ഇവിടെ ആരും ഒരു വ്ളോഗറായിട്ടും ജനിക്കണില്ല. എല്ലാരും ഓരോ മാനസികത, ഓരോ താല്പര്യം, ഇൻട്രസ്റ്റ്, അതാണ് ഓരോ വ്ളോഗറാക്കി മാറ്റുന്നത്. ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും എല്ലാവരും പറയും എന്താ റിയാസ് ഒരു വീഡിയോ ചെയ്യാത്ത എന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കും വ്ളോഗൊക്കെ ചെയ്യാത്ത എന്താണെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഭയങ്കര മടിയാണ് വ്ളോഗൊക്കെ ചെയ്യാൻ. പക്ഷേ ഞാൻ ഇപ്പോൾ കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ പേജിൽ ചെറിയ വ്ളോഗൊക്കെ ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ തീരുമാനിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് മാലിക്കുറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോടൊക്കെ പോയി ചോദിച്ചു നോക്കാം, ഞാൻ വ്ളോഗ് തുടങ്ങി എന്താ പോലെ അഭിപ്രായം. ഭാവി നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. അസ്സലാമലൈക്കും. എന്തൊക്കെ വർത്താനം? വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു നല്ല കുട്ടി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സന്തോഷമുള്ള കാര്യം. കുറേ കാലത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. നല്ലൊരു തീരുമാനമാണ്. എന്താ എൻ്റെ അഭിപ്രായം? കാണുന്നവർക്കൊക്കെ എപ്പോഴും ചിരിച്ചാലേ വക ഉണ്ടാവും. ഉറപ്പല്ലേ? സീരിയസ് ആയിട്ട് പറയാം, നമ്മളൊപ്പം നടക്കുമ്പോ തന്നെ പൊട്ടത്തിറങ്ങി കുറെ വിളിച്ചറിയുന്നുണ്ട്. അതെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായം? നേരത്തെ ഉള്ള യൂട്യൂബർമാര് ആർക്ക് റിയാസിന്റെ അത്ര ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടി അപ്പൊ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോ എന്താണ് ബ്രോ മറ്റെന്താണ് സ്റ്റേഷൻ അല്ല കണ്ണൂർക്കാരനും എന്താണ് സംസാരിച്ച ആള് എന്താണ് പേര്? സ്റ്റാർട്ടിങ്ങിലൊക്കെ എങ്ങനെ വന്നതാണ്. അതെ, റിയാസിന് അതിൽ കൂടുതൽ കഴിവ് ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ അത് മാത്രല്ല ബോംബൊക്കാല കഴിവുകളൊക്കെ ഉള്ള ആളാണ്. മേലാറ്റൂർ സ്റ്റേഷനിൽ പോകുമ്പോ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ എപ്പോഴും തുടങ്ങേണ്ട സംഭവമാണ്. ഇതിലിപ്പോ എന്താ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്നും ശ്രദ്ധിക്കാനില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങള് അത് ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവുള്ളൂ. നമ്മള് കൂടുതൽ നമ്മള് ആറ്റിറ്റ്യൂഡ് ഇട്ടുകാണ്ടൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ആർക്കും പറ്റൂല. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ഞങ്ങളോട് അതേമാതിരി തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ നിൽക്കണം. സീരിയസ് ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എനിക്കിത് ഫസ്റ്റ് തന്നെ ഇൻട്രോ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടി. ഞാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ദീക്ക് അതാണ് ആദ്യം മാറ്റേണ്ടത്. ഞാൻ ആദ്യം ഇപ്പൊ ദീക്ക് ഞാൻ എങ്ങനെ ഒരു നാണം മാനോ ശരിക്കും അത് പാടില്ല, യൂട്യൂബ് ചാനൽ പാടില്ല. അങ്ങനല്ല, ബാക്കിയുള്ളവർ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും. അതൊന്നും മെയിൻ ചെയ്യണ്ട. തുടങ്ങുമ്പോൾ നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേറെ ഒരാളത് കോപ്പി അടിച്ചാണ്, നമ്മളെ കാരണവരത് കോപ്പി അടിച്ചാണെന്ന്. അപ്പൊ നമുക്ക് കാണുന്ന യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അൻഫാലാക്കുനെ കോപ്പി അടിച്ചാണെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞു. അത് നമ്മള് കാണുന്ന യൂട്യൂബർ കാക്കുവാണ് എടുത്തുള്ളത്. നമ്മള് കാണുന്ന ഐ മീൻ നമ്മള് സ്ഥിരമായിട്ട് കാണുന്നത് എങ്ങനെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. എത്ര താഴ്ന്ന തട്ടുന്ന എത്ര ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കാണിച്ചു തന്നത് അൻഫാലാക്കുവല്ലേ. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്യണേന് ബാക്കിയുള്ളവർക്ക് ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ എന്റെ കച്ചവടമാണ്, കച്ചവടക്കാരാണ് കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല രീതിയിൽ എങ്ങനെ കച്ചവടം ചെയ്യാന്നും നല്ല രീതിയിൽ ഒരാളോട് പെരുമാറാന്നൊക്കെ നമുക്ക് നമ്മളെ കാരണന്മാരൊക്കെ പഠിപ്പിച്ചത്. അത് ഇജ്ജ് കച്ചവടക്കാരാണ്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കി ഞാൻ എന്റെ അഭിപ്രായത്തില് ഇജ്ജ് ഡെയിലി വ്ളോഗ് ചെയ്താൽ മതി. ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗാക്കി ഇതൊന്നും വേണ്ട. ഇജ്ജ് രാവിലെ നീച്ചിട്ടില്ല കടന്നുറങ്ങുന്ന വരെയുള്ള സംഭവങ്ങൾ വ്ളോഗാക്കി കണ്ട് അതിന് ചുരുക്കിങ്ങാണ്ട് കാര്യങ്ങൾ വീഡിയോ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇൻഷാ അല്ലാ ഇവരെല്ലാരും അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ഒരാൾ കൂടി ഉണ്ട്, അവനോടും ചോദിച്ചു നോക്കാം. ഇത് എന്താ അഭിപ്രായം? ഞാൻ നല്ല അഭിപ്രായം, സീരിയസ് ആയിട്ട് നല്ല അഭിപ്രായം. നമുക്ക് നല്ല അഭിപ്രായം, ഇഷ്ടം പോലെ. അങ്ങനെങ്കിലും ഓൻ എന്തെങ്കിലും ഒരു പണി എടുക്കുമല്ലോ. അതെ അതെ, അങ്ങനെ ഒരു പണി അനക്ക് ഉണ്ടാവുമല്ലോ. മറ്റേ രാവിലെ വന്ന് ഇവിടെ കുത്തിരിക്കാണ് ഒരു പണി. പണിക്കൊക്കെ പോകട്ടോ, ആര് ചില ടൈമിൽ മാത്രമേ പോവാത്ത. അല്ലെ പണിക്ക് പോവാന്ന ഇപ്പൊ ഇജ്ജൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെറുപ്പത്തിൽ. ഇപ്പോഴല്ലേ ഒരു ബിസിനസ് അങ്ങനെയല്ല പറഞ്ഞ, ചെറുപ്പല്ലേ പറഞ്ഞത്. ഒരു കൊല്ലം മൂത്തതാണ് എങ്ങനെ ക്ലാസ്സില്. അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് എന്താ ഇനി മുതല് നല്ല നല്ല വ്ളോഗൊക്കെ ചെയ്യാൻ നമുക്ക് പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. നല്ല കണ്ടന്റ് കിട്ടട്ടെ. കണ്ടന്റ് അല്ല എന്റെ കാര്യങ്ങള് യഥാർത്ഥം പറഞ്ഞാൽ മതി, അതിലെന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വന്നോളും. പിന്നെ ഒരാളെയും കോപ്പി അടിച്ചിട്ട് ചെയ്യല്ല. അപ്പൊ ഇവനെ ഞാൻ സീരിയസ് ആയിട്ട് നിന്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടിക്കണ്, ഇവൻ കോപ്പി അടിച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിരിക്കും. പക്ഷെ ഞാൻ കോപ്പി അടിച്ചല്ല, ഓനും ഇതേമാതിരി ഫസ്റ്റ് ഒക്കെ വ്ളോഗിൽ ഭയങ്കര എനിക്ക് ഓന്റെ വ്ളോഗാണ് വെച്ച് ഭയങ്കര മടിയാണ്. ഒരേ കണ്ടന്റ് ആകുമ്പോ കോപ്പി അടിക്കാൻ തോന്നും, കാരണം വേറെ ഒരു കണ്ടന്റ് തന്നെ അല്ലേ അത്. അത് കച്ചവടം തന്നെയല്ലേ, കച്ചവടം. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്നത്
മറ്റുള്ള പോലെ ആവാനല്ല എല്ലാവരും ആഗ്രഹിക്കണത്. പക്ഷെ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു താല്പര്യം, എന്താ നമുക്ക് ബിസിനസ് ചെയ്യണം, കച്ചവടം ചെയ്യണം, അങ്ങനെ ആഗ്രഹിച്ചു വന്ന ആളാണ് ഇവന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് നല്ല അഭിമാനമുണ്ട്. പക്ഷെ എന്താ സത്യല്ലേ അല്ലേ ടുട്ടോ, ഒരു 10-25 വയസ്സിൽ 26 വയസ്സിൽ സ്വന്തമായിട്ട് താറ് കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു കുട്ടികളാ അല്ല സീരിയസ് അല്ല ഏതൊരു കുട്ടികളെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അതിനൊന്നും ഇങ്ങനെ ഇവനിരുത്തി ഇവനെ പുകയറ്റി പറയല്ല, ഇന്നെപ്പോലെ മറ്റുള്ള പോലെ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും പരിശ്രമിക്കണം. ഞാൻ പരിശ്രമിക്കുന്നത് വളരെ കമ്മിയുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷെ ഇനി ഇൻഷാ അല്ലാ നമ്മൾ നല്ല വ്ളോഗൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ഉണ്ണിക്കണ്ണൻ മംഗളടാമാണ്. അതെ, കട്ട വിജയ് ഫാനാണ്. വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. അതും പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാ അപ്പൊ എന്താ നമുക്ക് അടിപൊളി വീഡിയോസ് ഓൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്, ഓൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടില്ലേ. ഇത് കാണുന്നവര് ഇരുന്ന് കാണുമ്പോൾ ഓൾക്കൊരു സന്തോഷം. ഇനിയിപ്പോ ഒരു സങ്കടമുള്ള ആള് വ്യക്തി ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വിജയമാണ്. ബാക്കിയുള്ള എന്ത് പറയുന്നത് മെയിൻ ചെയ്യേ വേണ്ട. അപ്പൊ അടിപൊളി വീഡിയോസ് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ അടിപൊളി വീഡിയോസ് വരും, അതിന് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കൂടണം. ബെല്ലൈക്കൺ അപ്പൊ അതേമാതിരി അത് അടിച്ചു പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളിപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു കിടക്കാച്ചി കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും ഇതൊക്കെ വരും. ഇബലപ്പുള്ള പല സാധനങ്ങളും ചേർത്ത് ഇൻഷാ അല്ലാ. ഞാൻ അതിന് ക്യാമറ ഓൺ ആക്കി വരായിട്ടാണ്. ഇബലത്തൊക്കെ ഒരുപാട് കച്ചവടക്കാരെല്ലാത്തൊരു മാലിക്കുണ്ട്, അങ്ങനത്തെ സാഹചര്യമൊക്കെ നമ്മൾ പിടിച്ച് കൊണ്ടുവരും ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടെ ആരും ഒരു വ്ളോഗറായിട്ടൊന്നും ജനിക്കണില്ല. എല്ലാരും ഓരോ മാനസികത, ഓരോ താല്പര്യം, ഇൻട്രസ്റ്റ്, അതാണ് ഓരോ വ്ളോഗറാക്കി മാറ്റുന്നത്. അപ്പം അത്ര വിളിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ ശരി, അടുത്ത വ്ളോഗായിട്ട് കാണാം.